റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖല്ലതാനി, അതായത് ഖസ്ലതാനി, രണ്ട് കാര്യങ്ങൾ ലാ യുഹ്സീഹിമാ, അത് ശരിക്കും കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അത് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കാതിരിക്കൂല. സ്വർഗം ഉറപ്പാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറയാണ്, അലാ, നിങ്ങൾ അറിയണേ, വഹുമാ യസീർ, അത് രണ്ടും ചെയ്യാൻ എന്ത് എളുപ്പമാണ്. പക്ഷേ വമൻ യഅമലു ബിഹിമാ ഖലീൽ, അത് രണ്ടും മുറപ്രകാരം നിത്യേന ചെയ്യുന്ന ആളുകൾ ഈ സമുദായത്തിൽ വളരെ കുറവുമാണ്. ആ ആമുഖം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്കൊക്കെ നിത്യജീവിതത്തിൽ പരിചയമുള്ള ചില കാര്യങ്ങളാണ്. അവിടുന്ന് പറയാണ്, യുസബ്ബിഹു ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അശ്റാ വയഹ്മദു അശ്റാ വയുകബ്ബിറു അശ്റാ فذلك 50 و100 باللسان و1500 في الميزان. ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഒരു 10 തവണ സുബ്ഹാനല്ലാഹ് പറയൽ, ഒരു 10 തവണ അൽഹംദുലില്ലാഹ് പറയൽ, ഒരു 10 തവണ അല്ലാഹു അക്ബർ പറയൽ. ഫദാലിക 50 و100 باللسان, അത് നാവിൽ അത് എണ്ണി നോക്കുകയാണെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 30 എണ്ണമാണല്ലോ. അപ്പൊ 10 വീതം വരുമ്പോ അങ്ങനെ 5 നേരത്തെ ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ ഈ 30 എണ്ണുമ്പോ 3 15. അപ്പൊ ഒരാളുടെ നാവിൽ അത് ചൊല്ലി തീർത്തപ്പോ ഒരു ഡെയിലി അവന് കിട്ടിയത് 150 ആണല്ലോ. അതേ അവസരത്തിൽ അത് അല്ലാഹു അവന്റെ നന്മയുടെ ത്രാസിൽ അത് കനം തൂക്കുമ്പോ അതിന്റെ വെയിറ്റ് വരുന്നത് 1500 ആണ്. 1500 അവന് വരുന്നത്. നമുക്കത് കേൾക്കുമ്പോ സംശയം ഉണ്ടാവും, അതിപ്പോ ഏതായാലും പുതിയ ദിക്റല്ല. നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലൽ സുന്നത്തായ തസ്ബീഹുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 വിധത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അതറിയാത്ത ആളുകൾ ശരിക്കും പഠിച്ചു വെക്കണം. 4 വിധത്തിൽ ഇത് നിർവഹിച്ചിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. നിസ്കാരത്തിന്റെ ശേഷം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചുരുങ്ങിയ രൂപം അതെന്താ? സുബ്ഹാനല്ലാഹ് എന്ന് 10 വട്ടം ചൊല്ലുക, അൽഹംദുലില്ലാഹ് എന്ന് 10 വട്ടം ചൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് 10 വട്ടം ചൊല്ലുക. അപ്പൊ ടോട്ടൽ 30. 5 നേരമാവുമ്പോ 3 15 150 ആയി. നാവ് കൊണ്ട് ചൊല്ലിയത് 150 എണ്ണം. നന്മയുടെ ത്രാസിലെത്തുമ്പോൾ 1500. കാരണം അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഓരോ നന്മക്കും 10 ഇരട്ടി പുണ്യം. അപ്പോ ആ 150 × 10 1500. ഇതൊരു വിധം. നമുക്കൊക്കെ സുപരിചിതമായ മറ്റൊരു ഇനമാണ് രണ്ടാമത്തേത്. അതേതാ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ടോട്ടൽ 99. പിന്നെ തമാമുൽ മിആ, 100ാമത്തെ എണ്ണം തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ 100 എണ്ണമായി. അപ്പൊ ഓരോ ഫർദ് നിസ്കാര ശേഷവും 100. ഓരോ 100നെയും 10 കൊണ്ട് ഗണിക്കുമ്പോ 1000മായി. 5 നേരത്തെ നിസ്കാരത്തിൽ ചൊല്ലുമ്പോ 5000മായി. അതൊരു രൂപമാണ്. ഇനി മൂന്നാമത്തെ ഒരു രൂപമുണ്ട്. ഇതേ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ ചൊല്ലുന്ന രീതി ഒക്കെ 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ 100 എണ്ണം തികക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും ആ രീതിയുണ്ട്, നിസ്കാരത്തിന്റെ ശേഷവും ഈ രീതിയുണ്ട്. അത് മൂന്നാമത്തെ രീതിയാണ്. ഇനി നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വേറൊരു രീതിയുണ്ട്. സുബ്ഹാനല്ലാഹ് 25 തവണ, അൽഹംദുലില്ലാഹ് 25 തവണ, അല്ലാഹു അക്ബർ 25 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 തവണ. അങ്ങനെ 100 പ്രാവശ്യം ചൊല്ലിത്തികക്കുന്ന ദിക്റുകളും. ഇങ്ങനെ 4 വിധത്തിൽ നിസ്കാരത്തിന്റെ ശേഷമുള്ള തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീലിനെ സംബന്ധിച്ച് ഹദീസുകളിൽ
സ്വഹീഹായി വന്നിട്ടുള്ളത് കൊണ്ട് ഈ 4 രൂപത്തിലുള്ള കർമ്മങ്ങളെയും കാര്യങ്ങളെയും വ്യത്യസ്തങ്ങളായ സമയങ്ങളിലായിക്കൊണ്ട് വ്യത്യസ്തമായ നിസ്കാരത്തിന്റെ പിറകെ നമുക്കും അങ്ങനെ ചൊല്ലലാണ് സുന്നത്ത്. ഒന്നും ഒഴിവാക്കാതെ ഇടക്കിങ്ങനെയും കൊണ്ടുവരാം, ഇടക്കിങ്ങനെയും മാറ്റി ചൊല്ലാം, ഇടക്ക് സുബ്ഹാനല്ലാഹ് വത്തോട്ടാക്ക. അങ്ങനെ ചെയ്യേണ്ട സമയങ്ങളുണ്ടാവും. നമ്മൾ നല്ല തിരക്കിലാണ്, പെട്ടെന്ന് പോകണം, പെട്ടെന്ന് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് എടുക്കാം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 10 വീതം. അതിന്റെ പുണ്യം ഏറ്റവും ചെറിയ നിലക്ക് ചൊല്ലിയാലുള്ള പുണ്യ ഈ പറയുന്നത്. അപ്പൊ ബാക്കി ഇവിടെ 150 ഉള്ളതിൽ 10 കൊണ്ട് ഗുണിച്ചപ്പോ 1500 ഡെയിലി അല്ലെ, 1500. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും 1500 പുണ്യം. അത് ഈ 100 എണ്ണം തേക്കുന്ന ദിക്റുകളാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ രൂപത്തിലാകുമ്പോഴോ 5000 ഹസനാത്തുകൾ. 5000 ഹസനാത്തുകൾ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഉഹ്മാ യസീർ. ആ 2 കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വമൻ യഅബലു ബിഹിമാ ഖലീൽ, അത് രണ്ടും നിത്യേന ദായിമാക്കി നിർവഹിക്കുന്ന ആളുകൾ വളരെ കമ്മിയാണ്, വളരെ കുറവാണെന്നാ പറയുന്നത്. ഇനി ഏതാണ് രണ്ടാമത്തെ വിഷയം? വൈദാ ഖർത മൽജഅക, നീ നിന്റെ കിടപ്പറയിലേക്ക് ചെന്നാൽ തുസബ്ബിഹുഹു വതുകബ്ബിറുഹു വതുഹമ്മിദുഹു മിഅ, നീ നിന്റെ റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു, തഹ്മീദ് ചൊല്ലുന്നു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതങ്ങനെ 33 + 33 + 34 അങ്ങനെ 100 എണ്ണം തികക്കുന്നു. ഫതിൽക മിഅത്തുൻ ബിൽ ലിസാൻ, അത് നിന്റെ നാവിൽ നീ ചൊല്ലിക്കണക്കാക്കിയ എണ്ണം നോക്കുമ്പോ 100 മാത്രമാണല്ലേ ഉള്ളത്. പക്ഷേ വഅൽഫുൻ ഫിൽ മീസാൻ, റബ്ബിന്റെ ഹസനാത്തുകൾ തൂക്കുന്ന മീസാനിൽ അത് 1000ആണ്. അപ്പൊ ഡെയിലി എത്രയായി? 10 വെച്ച് സുബ്ഹാനല്ലാഹ് ചെറിയ രൂപത്തിലാണെങ്കിൽ തന്നെ അത് 1500. ഈ രാത്രിക്കലത്തെ 1000 വെച്ച 2500 ആയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, നിങ്ങളെ കൂട്ടത്തിൽ 2500 തെറ്റ് ദിവസം ചെയ്യുന്നവരാരാളുള്ളത്? ഒരു ഹസനത്ത്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും, പോക്കിക്കളയുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ വചനമോദിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ജീവിതത്തിൽ അത്രയൊന്നും തിന്മ വന്നില്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ നന്മ ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. അല്ലാഹുവിലേക്കുള്ള നമ്മുടെ ദറജ, നമ്മുടെ അടുപ്പത്തെ അല്ലാഹു വർദ്ധിപ്പിക്കുന്നു. എത്ര വലിയ ഓഫറാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം പുണ്യമുണ്ടായിട്ട് അത് ചെയ്യുന്നവര് വളരെ വിരളമാണല്ലോ എന്നങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വകൈഫ ലാ നുഹ്സീഹാ, ഓ റസൂലേ, പിന്നെ എന്താ ഞങ്ങളുടെ കൂട്ടത്തിൽ അത് ചെയ്യുന്ന ആളുകൾ, അത് കൃത്യമായി ചെയ്യുന്നവരില്ലെന്നും, വകൈഫ മൻ യഅമലു ബിഹിമാ ഖലീൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ എങ്ങനെയാണ് അത് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു പോവുക? എങ്ങനെയാണ്? ഇത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ ചെയ്യാതിരിക്കാനാണ്? അതെങ്ങനെ സംഭവിക്കുമെന്നാണ് നബിതങ്ങളെ അങ്ങൊന്ന് ഉദ്ദേശിക്കുന്നത്? സ്വഹാബത്ത് സംശയം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത് കേട്ടോളൂ. എങ്ങനെയാണ് ആ രംഗത്ത് നിന്ന് നിങ്ങൾ പോകുന്നതെന്നോ? ശൈത്താൻ നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ സമീപിക്കുകയാണ്. വഹുവ ഫീ സ്വലാത്തിഹി, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ശൈത്താൻ വരികയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അടുക്കൽ ശൈത്താൻ വരികയാണ്. എന്നിട്ട് അവനോട് പറയും, ഇന്നതും ഇന്നതുമൊക്കെ നീ അങ്ങ് ഓർത്തോ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ. നിസ്കരിക്കുന്നതിന്റെ മുമ്പോ ഉളവെടുക്കുമ്പോഴോ അതിന്റെ 10 മിനിറ്റ് മുമ്പോ പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത അനാവശ്യമായ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും ശൈത്താനത തക്ബീർ ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കോരിച്ചെരിഞ്ഞിട്ട് തരികയാണ്. അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. എന്നിട്ടെന്തേ പ്രശ്നം? അങ്ങനെ അവൻ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുകയാണ്. ഫയുദക്കിറു, എന്നിട്ട് ശൈത്താൻ അവന്റെ മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്, ഹാജത കദാ വ കദാ, ഇതാ ഇന്ന ഇന്ന തിരക്ക് നിനക്കില്ലേ, നിനക്ക് ഇന്ന ഇന്ന ആവശ്യമില്ലേ, നീ ബിസി അല്ലേ എന്നൊക്കെ സലാം വീട്ടി കഴിയുമ്പോഴേക്ക് അവന്റെ മനസ്സിൽ പിന്നെയും ചിന്ത കൊണ്ട് വരുത്തുമ്പോ
നിൽക്കുമ്പോ ഫയഖൂമു, ആ മനുഷ്യനാ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വലാ യഖൂലുഹാ, ഈ തസ്ബീഹ് ഒരു 10 വട്ടം പറയാൻ വരെ അവന് കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇതിന്റെ ശറഹും തഫ്സീറും ഒന്നും തേടിയിട്ട് ഒരു ലൈബ്രറിയിലും നമ്മൾ പോകണ്ട, നമ്മളൊക്കെ അതിന്റെ ജീവിച്ചിരിക്കുന്ന തഫ്സീറുകളാണ്.